ഹായ് എവരി വൺ, വെൽക്കം ടു ഇൻജീനിയസ് അക്കൗണ്ട്സ് ആൻഡ് കോമേഴ്സ്. ഇത് ഇൻജീനിയസ് അക്കൗണ്ട്സ് ആൻഡ് കോമേഴ്സിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ ചാനലിലൂടെ അക്കൗണ്ട്സ് ആൻഡ് കോമേഴ്സുമായി ബന്ധപ്പെട്ട ടോപ്പിക്സാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അതെല്ലാം ചെറിയ ചെറിയ ടോപ്പിക്കുകളായി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഇന്നത്തെ വീഡിയോ അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ളതാണ്. അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. അപ്പോൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എന്താണ് അക്കൗണ്ടിങ് എന്ന് നോക്കാം. അതിനായിട്ട് നമുക്കതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഈ ഡെഫിനിഷൻ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ ഡെഫിനിഷനാണ്. AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിൻ്റെ അവരുടെ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. ആസ് പെർ ദിസ് ഡെഫിനിഷൻ, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇനി ഈ ഡെഫിനിഷനെ നമുക്ക് ഈ രൂപത്തിലൊന്ന് എഴുതി നോക്കാം. അപ്പോൾ എന്താണ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട്. അക്കൗണ്ടിങ് ഒരു ആർട്ടാണെന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ആർട്ട്? അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ്. റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, ഇത് മൂന്നും ചെയ്യുന്ന ഒരു ആർട്ടാണ് അക്കൗണ്ടിങ്. എങ്ങനെയാണ് റെക്കോർഡിംഗ് ചെയ്യേണ്ടതെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഇൻ ടേംസ് ഓഫ് മണി. ഇൻ ടേംസ് ഓഫ് മണിയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ്. ഇനി എന്താണ് റെക്കോർഡ് ചെയ്യുന്നത്? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ. ഫിനാൻഷ്യൽ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും. ഫിനാൻഷ്യൽ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും മാത്രമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, അല്ലാത്തതൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഫോർ ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ്. റിസൾട്ട്സ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി. റിസൾട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പ്രോഫിറ്റോ ലോസോ, അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, ഇതൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെക്കോർഡിംഗ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ഫിനാൻഷ്യൽ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസും ഇവൻറ്റ്സും റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ഓഫ് ഫിനാൻഷ്യൽ നേച്ചർ ഫോർ ദ പർപ്പസ് ഓഫ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ്. അതാണ് അക്കൗണ്ടിങ്. ഓക്കെ, ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ബ്രാഞ്ചസ്. ദ മെയിൻ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. പ്രധാനമായും മൂന്ന് ബ്രാഞ്ചസ് ആണുള്ളത്. ആദ്യത്തേത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്, മൂന്നാമത്തേത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ആദ്യത്തേത് ഏതാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കാൽക്കുലേറ്റ്സ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ് ഫോർ എ പർട്ടിക്കുലർ പീരിയഡ് ആൻഡ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കാനും അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാനും വേണ്ടി ചെയ്യുന്നതാണ് എന്ത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കാൽക്കുലേറ്റ്സ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇനി അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് പേര് കേട്ടാൽ തന്നെ അറിയാം. കോസ്റ്റ് അക്കൗണ്ടിങ് കാൽക്കുലേറ്റ്സ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അങ്ങനെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിച്ചാൽ നമുക്കതിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്കതിൻ്റെ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് ദ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ബിസിനസ് ആൻഡ് ഇറ്റ്സ് ഫിനാൻഷ്യൽ പൊസിഷൻ, ബട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് കാൽക്കുലേറ്റ്സ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഇനി മൂന്നാമത്തേത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഇൻ ഇവാലുവേറ്റിംഗ് ദ ഡിസിഷൻ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഡിസിഷൻ മേക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, ഒപ്പം എടുത്ത ഡിസിഷൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ആദ്യത്തേത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അത്
പ്രോഫിറ്റ് ഓർ ലോസോ കണ്ടുപിടിക്കാനും ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയുള്ളത്. കോസ്റ്റ് അക്കൗണ്ടിങ് കാൽക്കുലേറ്റ്സ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഇതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രമാണ് എക്സ്റ്റേണൽ ആയിട്ടുള്ളത്, അതായത് പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ളത്. കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇന്റേണൽ ആണ്, അത് പബ്ലിക്കിന് ആക്സസിബിൾ അല്ല. ഇത്രയാണ് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.